ഹായ് സ്റ്റുഡൻസ്, കെമിസ്ട്രി വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 കെമിസ്ട്രി കോഓർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന യൂണിറ്റാണ് ഇന്നു മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ കോംപ്ലക്സുകളെക്കുറിച്ചും, കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് മറ്റൊരു പേരാണ് കോംപ്ലക്സുകളെ കുറിച്ചും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ടേംസുകളെ കുറിച്ചും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ക്ലാസ് ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുക. കോഓർഡിനേഷൻ കോമ്പൗണ്ട്സിന് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. K3 സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് Cr ക്രോമിയം, C2O4 ഓക്സലേറ്റ് 3 times. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ COCl2 En twice Cl. തേർഡ് വൺ CONH3 5 times CO3 Cl. ഇതെല്ലാം കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് എക്സാമ്പിൾസ് ആണ്. ഇവയെ കോംപ്ലക്സുകൾ എന്നുകൂടി വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ കൃത്യമായ ഡെഫിനിഷൻ: ദ കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ദ മെറ്റൽ ആറ്റംസ് ആർ ബൗണ്ട് ടു എ നമ്പർ ഓഫ് ആനയോൺസ് ഓർ ന്യൂട്രൽ മോളിക്യൂൾസ്. അതായത് ആനയോണുകളോ അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസോ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന മെറ്റലാറ്റങ്ങളുള്ള കോംപ്ലക്സ് കോമ്പൗണ്ടുകളെ, സങ്കീർണമായ സംയുക്തങ്ങളെ വിളിക്കുന്ന പേരാണ് കോഓർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് 3 എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഇതിൽ ഈ ഓരോ ടേമും എന്താണ് സൂചിപ്പിക്കുന്നത്? ഒരു കോംപ്ലക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കാണാൻ സാധിക്കും. ഈ സ്ക്വയർ ബ്രാക്കറ്റ് അടങ്ങിയിട്ടുള്ളതിനെ നമ്മൾ വിളിക്കുക കോഓർഡിനേഷൻ എൻറ്റിറ്റി എന്നാണ്. അതായത് ഈ സ്ക്വയർ ബ്രാക്കറ്റും അതിനകത്തുള്ള മെറ്റലും മറ്റ് ന്യൂട്രൽ മോളിക്യൂൾസും അയോൺസും എല്ലാം ചേർന്നുള്ളതിനെ നമ്മൾ വിളിക്കുക കോഓർഡിനേഷൻ എൻറ്റിറ്റി എന്നാണ്. ഇനി ഈ സ്ക്വയർ ബ്രാക്കറ്റിന് അകത്ത് കാണുന്ന മെറ്റൽ ആറ്റത്തിനെ വിളിക്കുക സെൻട്രൽ മെറ്റൽ ആറ്റം എന്നാണ്. അതുപോലെ ഈ സ്ക്വയർ ബ്രാക്കറ്റിന് അകത്ത്, അതായത് കോർഡിനേഷൻ എൻറ്റിറ്റിക്ക് അകത്ത് കാണുന്ന സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലാതെയുള്ള ബാക്കി മോളിക്യൂൾസിനെ, അതായത് ഇവിടെ അമോണിയ ഉണ്ട്, CO3 ഉണ്ട്, ഈ മോളിക്യൂൾസിനെ നമ്മൾ വിളിക്കുക ലിഗാൻസ് എന്നാണ്. അതുപോലെ തന്നെ ഈ കോംപ്ലക്സിൽ, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് അഥവാ ഒരു കോംപ്ലക്സിൽ ഈ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുന്ന കോർഡിനേഷൻ എൻറ്റിറ്റിക്ക് പുറത്ത് നിൽക്കുന്ന അയോണിനെ നമ്മൾ വിളിക്കുക ഔട്രയോൺ അല്ലെങ്കിൽ കൗണ്ടറയോൺസ് എന്നാണ്. ഇനി ഓരോ ടേംസ് നമ്മൾ ഡെഫിനിഷൻ പഠിക്കണം. അതായത് കോംപ്ലക്സിലെ അടങ്ങിയിരിക്കുന്ന ലിഗാൻസ്, അതുപോലെ സെൻട്രൽ മെറ്റൽ ആറ്റം, കോർഡിനേഷൻ എൻറ്റിറ്റി, ഔട്രയോൺ തുടങ്ങിയവരുടെ ഡെഫിനിഷനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കോഓർഡിനേഷൻ എൻറ്റിറ്റി. കോഓർഡിനേഷൻ എൻറ്റിറ്റിയുടെ ഡെഫിനിഷനാണ് കാണുന്നത്. എ കോഓർഡിനേഷൻ എൻറ്റിറ്റി കണ്ടെയ്ൻസ് എ സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ ബോണ്ടഡ് ടു എ ഫിക്സ്ഡ് നമ്പർ ഓഫ് അയോൺസ് ഓർ മോളിക്യൂൾസ്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഒരു കോർഡിനേഷൻ എൻറ്റിറ്റിയാണ്. അതായത് കോർഡിനേഷൻ എൻറ്റിറ്റിയിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടായിരിക്കും. ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം, ഇവിടെ ഏതാണ് സെൻട്രൽ മെറ്റൽ ആറ്റം? കൊബാൾട്ട്, പ്ലസ് 2 ടൈപ്പ് മോളിക്യൂൾസ്, ഇവിടെ അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ്, ന്യൂട്രൽ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ കോഓർഡിനേഷൻ എൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾസ് ഇവിടെ കാണാൻ സാധിക്കും. NiCO4 ടൈംസ്, ഇതൊരു കോർഡിനേഷൻ എൻറ്റിറ്റിയാണ്. PtCl2 NH3 ട്വൈസ്, ഇത് കോർഡിനേഷൻ എൻറ്റിറ്റിയാണ്. FeCN 6 times 4-, ഇതെല്ലാം തന്നെ കോർഡിനേഷൻ എൻറ്റിറ്റിക്ക് എക്സാമ്പിളാണ്. കോർഡിനേഷൻ എൻറ്റിറ്റിയെ കോഓർഡിനേഷൻ സ്പിയർ എന്നുകൂടി വിളിക്കുന്നുണ്ട്. രണ്ടാമത്തെയാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കാണാം. ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള മെറ്റലിനെയാണ് സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് വിളിക്കുക. ആ സെൻട്രൽ മെറ്റൽ ആറ്റം ഒരു ഗ്രൂപ്പ് ഓഫ് അയോൺസ് അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസുമായി ബന്ധപ്പെട്ട് നിൽക്കും. അപ്പോൾ ദ മെറ്റൽ ആറ്റം ടു വിച്ച് എ ഫിക്സ്ഡ് നമ്പർ ഓഫ് അയോൺസ് ഓർ ഗ്രൂപ്പ്സ് ആർ ബോണ്ടഡ് ആർ കോൾഡ് സെൻട്രൽ മെറ്റൽ ആറ്റംസ്. എക്സാമ്പിൾ, ഈ കോംപ്ലക്സിൽ NiCl2H2O4 ടൈംസ്, ഈ കോംപ്ലക്സിൽ നിക്കലാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. ഈ സെക്കൻഡ് വൺ COClNH3 5 ടൈംസ്, ഈ കോംപ്ലക്സിൽ കൊബാൾട്ടാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. FeCN 6 times 3-, ഈ കോംപ്ലക്സിൽ അയൺ ആണ് സെൻട്രൽ മെറ്റൽ ആറ്റം. അപ്പോൾ അതാണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഡെഫിനിഷൻ. സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ നമ്മൾ ലൂയിസ് ആസിഡുകളായിട്ടും റെഫർ ചെയ്യാറുണ്ട്. മറ്റൊരു എക്സാമ്പിൾസ് ഇവിടെ കാണാം. ലിഗാൻസ് എന്താണ്? അടുത്ത ടോപ്പിക് ലിഗാൻസ്. ലിഗാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് കാണാം. ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം കാണാം. ഈ സെൻട്രൽ മെറ്റൽ ആറ്റവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അയോൺസ് അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് ലിഗാൻസ് എന്ന്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ദ അയോൺസ് ഓർ ന്യൂട്രൽ മോളിക്യൂൾസ് ബോണ്ടഡ് ടു ദ സെൻട്രൽ മെറ്റൽ ആറ്റം ഇൻ കോർഡിനേഷൻ എൻറ്റിറ്റി അല്ലെങ്കിൽ ഇൻ കോംപ്ലക്സ് ആർ കോൾഡ് ലിഗാൻസ്. ലിഗാൻസിന് എക്സാമ്പിളാണ് Cl- ക്ലോറൈഡ് അയോൺ, അതുപോലെ വാട്ടർ NH3,
അതുപോലെ തന്നെ എഥിലീൻ ഡയമീൻ, ഇത് എഥിലീൻ ഡയമീൻ 2 കാർബൺ ആറ്റം, എഥിലീൻ 2 അമീനോ ഗ്രൂപ്പ്, എഥിലീൻ ഡയമീൻ, ഇതെല്ലാം തന്നെ ലിഗാൻഡുകൾക്ക് എക്സാമ്പിളാണ്. ഇനി ലിഗാൻഡുകളുടെ ക്ലാസിഫിക്കേഷനാണ്. ലിഗാൻഡുകളെ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ, ഒരു ലിഗാൻഡിലെ ഒരു ഡോണർ ആറ്റം മാത്രമേ ഉള്ളുവെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക യൂണിഡെൻഡേറ്റ് ലിഗാൻഡ്സ് അല്ലെങ്കിൽ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്സ് ആണ്. വെൻ എ ലിഗാൻഡ് ഈസ് ബൗണ്ട് ടു എ മെറ്റൽ അയോൺ ത്രൂ എ സിംഗിൾ ഡോണർ ആറ്റം ദ ലിഗാൻഡ് ഈസ് സെഡ് ടു ബി യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ഓർ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. അതായത് ഇവിടെ Cl, ക്ലോറൈഡ് അയോൺ, H2O, NH3 ഇതെല്ലാം തന്നെ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്സ് ആണ്. ഇതിൽ ഒരു ഡോണർ ആറ്റേ ഉള്ളൂ. ഇപ്പോൾ ക്ലോറൈഡ് അയോണിൽ Cl ആണ് ഡോണർ ആറ്റം, വാട്ടർ എന്ന് പറയുന്ന ലിഗാൻഡിൽ ഓക്സിജൻ ആണ് ഡോണർ ആറ്റം, NH3 എന്ന് പറയുന്ന ലിഗാൻഡിൽ നൈട്രജൻ ആണ് ഡോണർ ആറ്റം. ഈ ഡോണർ ആറ്റത്തിൻ്റെ പ്രത്യേകത അതിന് ഒരു ജോഡി ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവാണ്. അതായത് കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ സെൻട്രൽ മെറ്റലായിട്ടായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ ഒരു ജോഡി ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്ന ആറ്റങ്ങളെയാണ് ഡോണർ ആറ്റം എന്ന് വിളിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഡോണർ ആറ്റം ഉള്ള മോളിക്യൂൾസ് മാത്രമേ ലിഗാൻഡ്സ് ആവും. അതിൽ ഒരു ലിഗാൻഡിൽ ഒരു ഡോണർ ആറ്റം ഉള്ളുവെങ്കിൽ ആ ടൈപ്പ് ലിഗാൻഡുകളെ വിളിക്കുന്ന പേരാണ് യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ഓർ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. അതിന് എക്സാമ്പിളാണ് ഈ കാണുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് ബൈഡെൻഡേറ്റ് ലിഗാൻഡ്. ബൈഡെൻഡേറ്റ് ലിഗാൻഡ്സ് എന്ന് പറഞ്ഞാൽ പേരിന് വ്യക്തമാണ്. വെൻ എ ലിഗാൻഡ് കണ്ടെയ്ൻ 2 ഡോണർ ആറ്റം ഇറ്റ് ഈസ് നോൺ ആസ് ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ഓർ ഡൈഡെൻഡേറ്റ് ലിഗാൻഡ്. എക്സാമ്പിൾ C2O4 ഓക്സലേറ്റ് അയോൺ. ഓക്സലേറ്റ് അയോണിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 2 ഓക്സിജൻ ആറ്റങ്ങൾ ഡോണർ ആറ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഥിലീൻ ഡയമീൻ NH2 CH2 CH2 NH2. എഥിലീൻ ഡയമീനിൽ ഈ NH2ലെ നൈട്രജൻ അതുപോലെ ഈ NH2ലെ നൈട്രജൻ, അപ്പോൾ 2 നൈട്രജൻ ഡോണറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ലിഗാൻസുകളെ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ഓർ ഡൈഡെൻഡേറ്റ് ലിഗാൻസ് എന്ന് വിളിക്കുന്നു. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് പോളിഡെൻഡേറ്റ് ലിഗാൻഡ്. അതായത് വെൻ എ ലിഗാൻഡ് ബൈൻഡ് ത്രൂ സെവറൽ ഡോണർ ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ സിംഗിൾ ലിഗാൻഡ്. അതായത് ഒരു കോംപ്ലക്സിനകത്തെ ഒരു ലിഗാൻഡിൽ തന്നെ 2ൽ കൂടുതൽ ഡോണർ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ, 2ൽ കൂടുതൽ ഡോണർ ആറ്റം വഴി സെൻട്രൽ മെറ്റലാറ്റത്തിലേക്ക് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലിഗാൻസുകളെ വിളിക്കുന്ന പേരാണ് പോളിഡെൻഡേറ്റ് ലിഗാൻസ്. പോളിഡെൻഡേറ്റ് ലിഗാൻഡിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് EDTA. അതായത് അതിൻ്റെ ഫുൾ ഫോം എഥിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ. അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഇതാണ് ലിഗാൻഡുകളെ അവയിൽ അടങ്ങിയിരിക്കുന്ന ഡോണറാറ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ട്, നമ്പർ ഓഫ് ഡോണറാറ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ട് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. 1 യൂണിഡെൻഡേറ്റ് ലിഗാൻഡ്, 2 ഡൈഡെൻഡേറ്റ് ഓർ ബൈഡെൻഡേറ്റ് ലിഗാൻഡ്, 3 പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ്. മറ്റൊന്നാണ് ചിലൈറ്റിംഗ് ലിഗാൻഡ്. അതായത് ഒരു ടൈപ്പ് ലിഗാൻഡുകളെ നമ്മൾ ചിലൈറ്റിംഗ് ലിഗാൻഡ്സ് എന്ന് വിളിക്കുന്നു. അതായത് ഒരു ബൈഡെൻഡേറ്റ് അല്ലെങ്കിൽ പോളിഡെൻഡേറ്റ് ലിഗാൻഡ് സെൻട്രൽ മെറ്റലാറ്റായിട്ട് ബോണ്ട് ഫോം ചെയ്ത് ഒരു റിംഗ് ഷേപ്പിലുള്ള കോംപ്ലക്സ് ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ലിഗാൻഡുകളെയാണ് നമ്മൾ ചിലൈറ്റിംഗ് ലിഗാൻഡ്സ് എന്ന് വിളിക്കുന്നത്. അതായത് വെൻ എ ബൈഡെൻഡേറ്റ് ഓർ പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ് അറ്റാച്ച്ഡ് ടു സെൻട്രൽ മെറ്റൽ ആറ്റം ടു ഫോം എ റിംഗ് ഷേപ്പ്ഡ് കോംപ്ലക്സ്, ദാറ്റ് ടൈപ്പ് ഓഫ് ലിഗാൻഡ്സ് ആർ കോൾഡ് ചിലൈറ്റിംഗ് ലിഗാൻഡ്. ചിലൈറ്റിംഗ് ലിഗാൻഡിനെ ഇവിടെ ചിത്രം കാണാൻ സാധിക്കും. ഇപ്പോൾ CrOx 3 × 3-. ഇവിടെ ക്രോമിയാണ് സെൻട്രൽ മെറ്റൽ ആറ്റം, OX എന്ന് പറയുന്ന ഓക്സലേറ്റാണ് ലിഗാൻഡ്. ഈ OX എന്ന് പറയുന്ന ഓക്സലേറ്റ് ഒരു ചിലൈറ്റിംഗ് ലിഗാൻഡാണ്. കാരണം അതിൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ സെൻട്രൽ മെറ്റൽ ആറ്റം ക്രോമിയം 3 ലിഗാൻസ്, അതായത് 3 ഓക്സലേറ്റ് അയോണുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബോണ്ട് ഫോം ചെയ്തിട്ട് എന്താണ് അവിടെ നമുക്ക് ഒരു സ്ട്രക്ചർ കാണാൻ സാധിക്കും. ഇവിടെ ഒരു റിംഗ് സ്ട്രക്ചർ കാണാൻ സാധിക്കും. ഇതുപോലെ ഒരു റിംഗ് സ്ട്രക്ചർ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ലിഗാൻഡുകളെയാണ് നമ്മൾ ചിലൈറ്റിംഗ് ലിഗാൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതാണ് നമ്മൾ EDTA എന്ന് പറയുന്നത് ഒരു പോളിഡെൻഡേറ്റ് ലിഗാൻഡാണ്. പോളിഡെൻഡേറ്റ് ലിഗാൻഡിൽ തന്നെ ഹെക്സഡെൻഡേറ്റ് ലിഗാൻഡാണ് EDTA എന്ന് പറയുന്ന ലിഗാൻഡിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ 2 നൈട്രജൻ ഡോണറാറ്റാണ്. അതിന് പുറമെ ഓരോ COOH ഗ്രൂപ്പിൽ കാണുന്ന ഓരോ ഓക്സിജനാറ്റവും ഡോണറാറ്റാണ്. അതായത് ഇതിൽ നിന്നും ഒരു ഡോണറാറ്റം കിട്ടും, ഈ COH ഒരു ഡോണറാറ്റം, ഇതിൽ നിന്നും ഒരു ഓക്സിജൻ ഡോണറാറ്റാവും, ഇതിൽ നിന്ന് ഒരു ഓക്സിജൻ ഡോണറാറ്റം, അങ്ങനെ 4 ഡോണറാറ്റും, പിന്നെ ഈ 2 നൈട്രജൻ, അങ്ങനെ ആകെ 6 ഡോണറാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ഇതൊരു പോളിഡെൻഡേറ്റ് ലിഗാൻഡാണ്. ഇതിനെ ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ്സ് എന്നും വിളിക്കുന്നു. അതായത് 6 ഡോണറാറ്റുള്ളത് കൊണ്ട് ഇതിനെ ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് എന്നും വിളിക്കുന്നുണ്ട്. ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് വിച്ച് ക്യാൻ ലിഗേറ്റ് ത്രൂ 2 ഡിഫറെൻറ്റ് ആറ്റംസ് ഈസ് കോൾഡ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. അതായത് ചില ലിഗാൻഡിലെ 2 ഡോണറാറ്റ് ഉണ്ടാവും. 2 ഡോണറാറ്റുള്ള ലിഗാൻസുകൾ നമ്മൾ ബൈഡെൻഡേറ്റ് ലിഗാൻസ് എന്നാണ് വിളിക്കുക. എന്നാൽ ഈ 2 ഡോണറാറ്റവും ഒരേ സമയം സെൻട്രൽ മെറ്റലാറ്റായിട്ട് ബോണ്ട് ഫോം ചെയ്യില്ല. അതായത് ഒരു സമയം
ഒരു ഡോണർ ആറ്റം സെൻട്രൽ മെറ്റലായിട്ട് ബോണ്ട് ഫോം ചെയ്യും. നെക്സ്റ്റ് ടൈം അടുത്ത ഡോണർ ആറ്റം സെൻട്രൽ മെറ്റലായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അത്തരത്തിലുള്ള ലിഗാൻഡുകളെയാണ് നമ്മൾ ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ NO2-. ഈ NO2- എന്ന് പറയുന്ന ലിഗാൻഡിൽ നൈട്രജനും ഓക്സിജനും ഡോണറാറ്റാണ്. അപ്പോൾ ഒരു ടൈം നൈട്രജൻ സെൻട്രൽ മെറ്റലായിട്ട് ബോണ്ട് ഫോം ചെയ്യും, നെക്സ്റ്റ് ടൈം ഓക്സിജൻ സെൻട്രൽ മെറ്റലായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അതായത് രണ്ട് ഡോണറാറ്റവും ഒരേ സമയം സെൻട്രൽ മെറ്റലായിട്ട് ബോണ്ട് ഫോം ചെയ്യില്ല. അതേപോലെ മറ്റൊരു എക്സാമ്പിളാണ് SCN-, തയോസൈനേറ്റ് അയോൺ. ഇതിലെ സൾഫറും നൈട്രജനും രണ്ട് ഡോണറാറ്റാണ്. ഈ രണ്ടും ഡിഫറെൻറ്റ് ടൈമിൽ സെൻട്രൽ മെറ്റലായിട്ട് ബോണ്ട് ഫോം ചെയ്യും. നോക്കാം. NO2- അയോൺ ക്യാൻ കോർഡിനേറ്റ് ഐദർ ത്രൂ നൈട്രജൻ ഓർ ത്രൂ ഓക്സിജൻ ടു ദ സെൻട്രൽ മെറ്റൽ ആറ്റം. സോ ഇറ്റ് ഈസ് ആൻ ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ്. യഥാർത്ഥത്തിൽ ഇത് ബൈഡൻറ്റേറ്റ് ലിഗാൻഡാണ്, പക്ഷേ ഒരേ സമയം രണ്ട് ഡോണർ ആറ്റവും സെൻട്രൽ മെറ്റലായിട്ട് ബോണ്ട് ഫോം ചെയ്യില്ല. അതാണ് ഇതിനെ ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ് എന്ന് വിളിക്കുന്നത്. മറ്റേ എക്സാമ്പിൾ SCN-. നോക്കുക, കോർഡിനേറ്റ് ത്രൂ സൾഫർ ആൻഡ് നൈട്രജൻ ആറ്റം. മറ്റൊന്നാണ് കോഓർഡിനേഷൻ നമ്പർ. ഒരു കോംപ്ലക്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വേർഡാണ് കോഓർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ: ദ നമ്പർ ഓഫ് ലിഗാൻഡ് ഡോണർ ആറ്റംസ് ടു വിച്ച് മെറ്റൽ ഈസ് ഡയറക്ട്ലി ബോണ്ടഡ്. അതായത് ഒരു കോംപ്ലക്സിലെ സെൻട്രൽ മെറ്റലാറ്റായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ലിഗാൻഡ് ഡോണർ ആറ്റങ്ങളുടെ എണ്ണം. എന്താണ് ലിഗാൻഡ് ഡോണർ ആറ്റം? ലിഗാൻഡിൽ അടങ്ങിയിരിക്കുന്ന ഡോണർ ആറ്റം, അവയുടെ എണ്ണം. ഒരു കോംപ്ലക്സിലെ സെൻട്രൽ മെറ്റലാറ്റായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ലിഗാൻഡ് ഡോണർ ആറ്റങ്ങളുടെ എണ്ണത്തിന് വിളിക്കുന്ന പേരാണ് കോഓർഡിനേഷൻ നമ്പർ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. PtCl6 2-. ഈ കോംപ്ലക്സിലെ സെൻട്രൽ മെറ്റലാറ്റം പ്ലാറ്റിനാണ്. അതുമായി ബന്ധപ്പെട്ട് 6 ലിഗാൻഡ്സ് ആണ് ഉള്ളത്. ഇത് ഒരു മോണോഡെൻറ്റേറ്റ് ലിഗാൻഡാണ്. അതായത് ഇതിൽ ഒരു ഡോണർ ആറ്റേ ഉള്ളൂ. അതായത് 6 ഡോണർ ആറ്റങ്ങൾ പ്ലാറ്റിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. എന്നാൽ രണ്ടാമത്തെ കോംപ്ലക്സ് NiNH3 4 ഈ കോംപ്ലക്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലിഗാൻഡ് അമോണിയാണ്. ഈ അമോണിയ എന്ന് പറയുന്ന ലിഗാൻഡ് 4 എണ്ണാണുള്ളത്. അമോണിയ ഒരു മോണോഡെൻറ്റേറ്റ് ലിഗാൻഡാണ്. ഇതിൽ ഒരു ഡോണർ ആറ്റേ ഉള്ളൂ, നൈട്രജൻ. അപ്പോൾ 4 ഡോണർ ആറ്റങ്ങൾ സെൻട്രൽ മെറ്റലായിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. അതാണ് ഡെഫിനിഷൻ. ദ നമ്പർ ഓഫ് ലിഗാൻഡ് ഡോണർ ആറ്റംസ് ടു വിച്ച് മെറ്റൽ ഈസ് ഡയറക്ട്ലി ബോണ്ടഡ് ഈസ് കോൾഡ് കോഓർഡിനേഷൻ നമ്പർ. ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡബിൾ സാൾട്ട് ആൻഡ് എ കോംപ്ലക്സ്. ഇപ്പോൾ ഡബിൾ സാൾട്ടുകൾക്ക് എക്സാമ്പിളാണ് നമ്മൾ കേട്ടിട്ടുണ്ട് കാർണലൈറ്റ്, KCl MgCl2 6H2O. അതുപോലെ മോൾ സാൾട്ട് FeSO4 NH4 2SO4 6H2O. അതുപോലെ പൊട്ടാഷ് ആലം. ഇതെല്ലാം തന്നെ ഡബിൾ സാൾട്ടുകളാണ്. ഈ ഡബിൾ സാൾട്ടുകളും കോർഡിനേഷൻ കോമ്പൗണ്ട്സും തമ്മിലുള്ള പ്രധാന വ്യത്യാസം: കോർഡിനേഷൻ കോമ്പൗണ്ട് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 ടൈപ്പ് അയോൺസ് ആയിട്ട് തന്നെ ഡിസോസിയേറ്റ് ചെയ്യുക. അതായത് ഒന്ന് ഔട്ടർ അയോണും മറ്റൊന്ന് കോംപ്ലക്സ് അയോണും. ഈ കോംപ്ലക്സ് അയോൺ വീണ്ടും അയോണുകളായിട്ട് ഡീകമ്പോസ് ചെയ്യില്ല. അതായത് കോംപ്ലക്സുകൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അത് 2 ടൈപ്പ് അയോൺസ് ആയിട്ട്, ഔട്ടർ അയോൺ അല്ലെങ്കിൽ കൗണ്ടർ അയോൺ എന്ന് പറയും, മറ്റൊന്ന് കോംപ്ലക്സ് അയോൺ, അങ്ങനെ 2 ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുക. അതേസമയം ഈ കോംപ്ലക്സ് അയോണുകൾ വീണ്ടും ചെറിയ അയോണുകളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഡബിൾ സാൾട്ടുകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ KCl MgCl2 6H2O, ഈ ഡബിൾ സാൾട്ടുകളെ സംബന്ധിച്ചിടത്തോളം അത് വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് അയോൺസുകളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അതാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ന്യൂട്രൽ ലിഗാൻസ് ആൻഡ് നെഗറ്റീവ് ലിഗാൻസ്. ന്യൂട്രൽ ലിഗാൻസ് പറഞ്ഞ പേര് തന്നെ വ്യക്തമാണ്. ദ ലിഗാൻസ് വിച്ച് ക്യാരി നോ ചാർജ് ആർ കോൾഡ് ന്യൂട്രൽ ലിഗാൻസ്. ലിഗാൻഡുകൾക്ക് ചാർജ് ഒന്നും ഇല്ല എങ്കിൽ അവയാണ് ന്യൂട്രൽ ലിഗാൻസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ അമോണിയ NH3, H2O വാട്ടർ, NO നൈട്രജൻ മോണോക്സൈഡ്, CO കാർബൺ മോണോക്സൈഡ്, EN എഥിലീൻ ഡയമീൻ. ഈ ലിഗാൻഡുകൾക്കൊന്നും തന്നെ ചാർജ് ഇല്ല. അതുകൊണ്ട് ഇവയെ നമ്മൾ ന്യൂട്രൽ ലിഗാൻസ് എന്നാണ് വിളിക്കുക. ഇവയുടെ ചാർജ് 0 ആണ്. രണ്ടാമത്തെ കാറ്റഗറി നെഗറ്റീവ് ലിഗാൻസ്. ലിഗാൻസ് വിച്ച് ക്യാരി നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്ന ലിഗാൻഡുകളെയാണ് നമ്മൾ നെഗറ്റീവ് ലിഗാൻസ് എന്ന് വിളിക്കുക. ഇപ്പോൾ ഇതാ Cl-, OH-, SCN-, NO2-, NO3-. ഇതെല്ലാം നെഗറ്റീവ് ലിഗാൻസ് ആണ്. ഇവയുടെ എല്ലാം ചാർജ് -1 ആണ്. അതേസമയം SO4 2- സൾഫേറ്റ് അയോൺ അതൊരു ലിഗാൻഡാണ്. അതിൻ്റെ ചാർജ് -2 ആണ്. ഓക്സലേറ്റ് അയോൺ അതൊരു ലിഗാൻഡാണ്. അതൊരു ബൈഡൻറ്റേറ്റ് ലിഗാൻഡാണ്. അതിൻ്റെ ചാർജ് -2 ആണ്. ഈ ടൈപ്പ് ലിഗാൻഡുകളെ, നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്ന ലിഗാൻഡുകളെയാണ് നെഗറ്റീവ് ലിഗാൻസ് എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് എ സെൻട്രൽ ആറ്റം. ഒരു കോംപ്ലക്സിലെ സെൻട്രൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അഥവാ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് കാണുക?
ഓക്സിഡേഷൻ നമ്പർ ഓഫ് എ സെൻട്രൽ atom in a complex is defined as the charge it would carry if all the ligands are removed along with the electron pairs that are shared with the central atom. ഒരു കോംപ്ലക്സിലെ സെൻട്രൽ ആറ്റവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ലിഗാൻഡുകളെയും അവയുടെ ഇലക്ട്രോൺ പെയറോട് കൂടി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് അവശേഷിക്കുന്ന ചാർജിനെയാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു കോംപ്ലക്സ് കാണാം, K3Cr(C2O4) 3 ടൈംസ് എന്ന് പറയുന്ന കോംപ്ലക്സ്. ഈ കോംപ്ലക്സ് ഒരു ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. ഇതിന് മുകളിൽ ചാർജ് ഒന്നും കാണാനില്ല. ഈ കോംപ്ലക്സിലെ സെൻട്രൽ മെറ്റൽ ആറ്റം ഏതാണ്? ക്രോമിയമാണ്. ആ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കാണാൻ പോവാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് കാണുക? അപ്പോൾ അതിന് നമുക്ക് അറിയാം, ഇവിടെ ഔട്ടർ അയോണായിട്ട് വരുന്നത്, അതായത് ഈ കോർഡിനേഷൻ സ്പിയറിൻ്റെ പുറത്ത് വരുന്ന അയോണാണ് പൊട്ടാസ്യം. അവിടെ പൊട്ടാസ്യം ഒരു ഔട്ടർ അയോണാണ്. പൊട്ടാസ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം, അത് ഫസ്റ്റ് ഗ്രൂപ്പ് ഇലമെൻ്റാണ്, +1 ആണ്. അപ്പോൾ പൊട്ടാസ്യത്തിന് +1 കൊടുക്കുന്നു. 3 പൊട്ടാസ്യം ആറ്റങ്ങളുണ്ട്. അപ്പോൾ എത്ര വരിക? +3 വരും. അപ്പോൾ 3 പൊട്ടാസ്യം ആറ്റത്തിന് ആകെ +3 ചാർജ് വരും. ഇവിടെ +3 ചാർജ് വന്നാൽ ഈ കോംപ്ലക്സ് അയോണിന് -3 ചാർജ് വരണം. എങ്കിലാണ് ഈ കോംപ്ലക്സ് ന്യൂട്രൽ ആവുള്ളൂ. +3യും -3യും 0. അപ്പോൾ 3 പൊട്ടാസ്യം ആറ്റത്തിന് +3 ആണ് ചാർജ് എങ്കിൽ കോംപ്ലക്സ് അയോണിൻ്റെ ചാർജ് -3 വരണം. കോംപ്ലക്സ് അയോണിൻ്റെ ചാർജ് -3 വന്നാൽ ക്രോമിയത്തിൻ്റെ ചാർജ് എന്താണ് വരിക? അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ് വരിക? അതിന് നമുക്കറിയാം C2O4 എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ലിഗാൻഡാണ്. ആ നെഗറ്റീവ് ലിഗാൻഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അത് -2 ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ചാർജ് അത് -2 ആണ്. അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ -2 ആണ് ഒരു ഓക്സലേറ്റ് അയോണിൻ്റെ ചാർജ്. അങ്ങനെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ -6. അപ്പോൾ ഇവിടെ -6, ഇവിടെ എത്ര വന്നാലാണ് ആൻസർ -3 കിട്ടുക? അപ്പോൾ ക്രോമിയത്തിന് +3 ചാർജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് -3 ആവും. അപ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റയുടെ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ് ഇവിടെ വരിക. ഹോമോലെപ്റ്റിക് ആൻഡ് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സസ്. Complexes in which a metal is bound to only one kind of donor groups are called homoleptic complexes. അതായത് ഈ കോംപ്ലക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കോംപ്ലക്സിൽ ഒറ്റ ടൈപ്പ് ലിഗാൻസ് മാത്രമേ വരുന്നുള്ളൂ. ആ ലിഗാൻഡ് അമോണിയ എന്ന് പറയുന്ന ലിഗാൻഡ് ഒറ്റ ടൈപ്പ് ലിഗാൻസ് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ ഏത് കോംപ്ലക്സിലാണോ ഒറ്റ തരം ലിഗാൻസ് വരുന്നത് അത്തരത്തിലുള്ള കോംപ്ലക്സുകളെയാണ് ഹോമോലെപ്റ്റിക് കോംപ്ലക്സസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇവിടെ തന്നിരിക്കുന്ന ഈ കോംപ്ലക്സ് നോക്കി, CONH3 4 ടൈംസ് Cl2. ഈ കോംപ്ലക്സിലെ കോർഡിനേഷൻ എൻറ്റിറ്റിക്കകത്ത് സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലാതെ ബാക്കി 2 ടൈപ്പ് ലിഗാൻസ് കാണാം. അതായത് ഇവിടെ അമോണിയ ആൻഡ് ക്ലോറിൻ, 2 ടൈപ്പ് ലിഗാൻസ് ഇവിടെ കാണാം. അങ്ങനെ ഒന്നിൽ കൂടുതൽ ടൈപ്പ് ലിഗാൻസ് ഒരു കോംപ്ലക്സിൽ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള കോംപ്ലക്സുകളെയാണ് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് വിളിക്കുന്നത്. Complexes in which a metal is bound to more than one kind of donor groups. ഇവിടെ ഉദ്ദേശിക്കുന്നത് donor groups means ligands are known as heteroleptic complex. അപ്പോൾ ഒരു കോംപ്ലക്സിൽ അടങ്ങിയിരിക്കുന്ന എത്ര ടൈപ്പ് ലിഗാൻസുകൾ ഒരു കോംപ്ലക്സിൽ അടങ്ങിയിട്ടുണ്ട് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ കോംപ്ലക്സുകളെ ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്നും ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് എന്നും വർഗീകരിച്ചിരിക്കുന്നു. വെർണേഴ്സ് തിയറി. കോംപ്ലക്സുകളുടെ പ്രധാനപ്പെട്ട തിയറിയാണ് വെർണേഴ്സ് തിയറി. വെർണേഴ്സ് തിയറിയിൽ പ്രധാനമായും 4 പോയിന്റുകളാണുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, ഇൻ എ കോംപ്ലക്സ് മെറ്റൽ ഷോ 2 ടൈപ്പ് ഓഫ് വാലൻസി, പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി. ഒരു കോംപ്ലക്സിലെ സെൻട്രൽ മെറ്റൽ ആറ്റം 2 ടൈപ്പ് വാലൻസിയാണ് കാണിക്കുക. ഒന്ന് പ്രൈമറി വാലൻസി, മറ്റൊന്ന് സെക്കൻഡറി വാലൻസി. അപ്പോൾ ഈ കോംപ്ലക്സിൽ K3Cr(C2O4) ത്രൈസ് എന്ന് പറയുന്ന ഈ കോംപ്ലക്സിൽ ക്രോമിയമാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. ഈ സെൻട്രൽ മെറ്റൽ ആറ്റം കാണിക്കുന്ന പ്രൈമറി വാലൻസി 3 ആണ്, സെക്കൻഡറി വാലൻസി 6 ആണ്. അപ്പോൾ ഒരു കോംപ്ലക്സിലെ സെൻട്രൽ മെറ്റൽ ആറ്റം 2 ടൈപ്പ് വാലൻസി കാണിക്കും. ഒന്ന് പ്രൈമറി വാലൻസി, മറ്റൊന്ന് സെക്കൻഡറി വാലൻസി. പ്രൈമറി വാലൻസീസ് ആർ നോർമലി അയോണൈസബിൾ. ദേ ആർ സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ്. പ്രൈമറി വാലൻസി ഈസ് ഈക്വൽ ടു ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം. അതായത് ഇപ്പോൾ നമ്മൾ ഈ കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ കോംപ്ലക്സിലെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണോ അതിന് തുല്യമായിരിക്കും അതിൻ്റെ പ്രൈമറി വാലൻസി. ഇവിടെ ക്രോമിയാണ് സെൻട്രൽ മെറ്റൽ ആറ്റം, അത് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ചിഹ്നം ഒഴിവാക്കി കഴിഞ്ഞാൽ 3 ആണ് അതിൻ്റെ പ്രൈമറി വാലൻസി. ഈ പ്രൈമറി വാലൻസി തീരുമാനിക്കുന്നത് ഒരു കോംപ്ലക്സിൽ അടങ്ങിയിരിക്കുന്ന നെഗറ്റീവ് അയോൺസ് ആണ്. ഇപ്പോൾ ഈ കോംപ്ലക്സിലെ നെഗറ്റീവ് അയോൺസ് ഏതൊക്കെയാണ്? ഇപ്പോൾ നമുക്ക് പറയാം ഓക്സലേറ്റ് അയോൺ ഇതിലെ നെഗറ്റീവ് അയോൺസ് ആണ്. അപ്പോൾ അയോണുകളെന്ന് പറയാം. അപ്പോൾ ഇവിടെ K എന്ന് പറയുന്ന പൊട്ടാസ്യത്തിന് റോളുണ്ട്, അത് പോസിറ്റീവ് അയോണാണ്. അപ്പോൾ അയോൺസ് ആണ് സാധാരണ
ഓക്സിഡേഷൻ സ്റ്റേറ്റ് തീരുമാനിക്കുക. ആ ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് പ്രൈമറി വാലൻസി എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡറി വാലൻസീസ് ആർ നോൺ അയണൈസബിൾ. ദേ ആർ സാറ്റിസ്ഫൈഡ് ബൈ ന്യൂട്രൽ മോളിക്യൂൾസ് ഓർ നെഗറ്റീവ് അയോൺസ്. സെക്കൻഡറി വാലൻസ് ഈസ് ഈക്വൽ ടു ദ കോർഡിനേഷൻ നമ്പർ. അപ്പോൾ ഈ കോംപ്ലക്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്താണോ അതാണ് അതിൻ്റെ സെക്കൻഡറി വാലൻസി. ഇപ്പോൾ ഇവിടെ ഈ ലിഗാൻഡ് കാണാം C2O4. ഈ ഓക്സലൈറ്റ് എന്ന് പറയുന്നത് ഒരു ബൈഡൻറ്റേറ്റ് ലിഗാൻഡാണ്. ബൈഡൻറ്റേറ്റ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ അതിൽ 2 ഡോണറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓക്സലൈറ്റ് എന്ന് പറയുന്ന ലിഗാൻഡ് 3 എണ്ണം ഉണ്ട്. അത് ബൈഡൻറ്റേറ്റ് ആണ് താനും. അപ്പോൾ 3×2 അതായത് 6 ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ. അതാണ് അതിൻ്റെ സെക്കൻഡറി വാലൻസി. ഈ കോംപ്ലക്സിൻ്റെ സെക്കൻഡറി വാലൻസി എന്താണ്? 6. സെക്കൻഡറി വാലൻസി ഈസ് സാറ്റിസ്ഫൈഡ് ബൈ ലിഗാൻസ്. ആ ലിഗാൻഡുകളാണ് ഒരു കോംപ്ലക്സിലെ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ കോംപ്ലക്സ് നോക്കാം. ഈ രണ്ടാമത്തെ കോംപ്ലക്സിൽ ക്രോമിയമാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. അതിൻ്റെ പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അത് 3 ആണ്, +3 ആണ് വരിക. എന്നാൽ ഇവിടെ ലിഗാൻഡ് എന്ന് പറയുന്നത് വാട്ടറാണ്, 6 ഉണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇപ്പോൾ ഈ കോംപ്ലക്സിനെ സംബന്ധിച്ചിടത്തോളം NiCl4 -2. ഈ കോംപ്ലക്സിനെ സംബന്ധിച്ചിടത്തോളം നിക്കലാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. അതിൻ്റെ പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. അതിൻ്റെ സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. ലാസ്റ്റ് പോയിൻറ്റ്, ദ സെക്കൻഡറി വാലൻസി ഡിറ്റർമിൻസ് ദ ഷേപ്പ് ഓഫ് എ കോംപ്ലക്സ്. ഒരു കോംപ്ലക്സിൻ്റെ ഷേപ്പ് തീരുമാനിക്കുന്നത് അതിൻ്റെ സെക്കൻഡറി വാലൻസിയാണ്. ഇങ്ങനെ 4 പോയിൻറ്റുകളെയാണ് നമ്മൾ വെർണേഴ്സ് തിയറി എന്ന് പറയുന്നത്.